വെക്ടർ ഓപ്പറേഷൻസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് വെക്ടർ എന്നാൽ എന്താണ്, ഒരു വെക്ടറിന്റെ ലെങ്ത് കണക്കാക്കുന്നത്, ഒരു വെക്ടറിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നിവ, ഒരു മാട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്, മാട്രിക്സിന്റെ വലിപ്പം എങ്ങനെ കണക്കാക്കാം, നേരത്തെ പറഞ്ഞ ഒരു മാട്രിക്സ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. പ്രീറിക്വിസിറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ Scilab ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ട്യൂട്ടോറിയലിൽ നമുക്ക് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് Scilab എന്നത് അറിഞ്ഞിരിക്കണം. വെക്ടർ, മാട്രിക്സ് എന്നിവയെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് വിൻഡോസ് 7, Scilab 5.2.2 എന്നിവയാണ്. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ Scilab ലഭിക്കുന്നതിന് ഒരു ഷോർട്ട്കട്ട് ഐക്കൺ ഉണ്ട്. ഇതിനെയാണ് Scilab കൺസോൾ വിൻഡോ എന്ന് പറയുന്നത്. കഴ്സർ എന്നത് കമാൻഡ് പ്രോംപ്റ്റിൽ ആണ്. ഈ ട്യൂട്ടോറിയലിൽ എനിക്ക് പറയാനുള്ളത് Scilabലെ വിവിധ വീഡിയോസ് ഇടവിട്ട് കാണുക എന്നതാണ്. വെക്ടർ എന്നാൽ എന്താണെന്ന് നോക്കാം. ഇത് രണ്ട് തരത്തിൽ കാണാം. ഒരു രീതി P ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 1 സ്പേസ് 2 സ്പേസ് 3 ക്ലോസ് ദ സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. അല്ലെങ്കിൽ Q ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 2, 3, 4 ക്ലോസ് ദി സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. വെക്ടർ P എന്നതിന്റെ ലെങ്ത് കമാൻഡ് ലെങ്ത് ഓഫ് P എന്ന് കൊടുത്ത് കാണാവുന്നതാണ്. എന്റർ അമർത്തുക. വിവിധ തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. രണ്ട് വെക്ടറുകളുടെ അഡിഷൻ, രണ്ട് വെക്ടറുകളുടെ സബ്ട്രാക്ഷൻ, സിംഗിൾ ക്വോട്ട്സ് അല്ലെങ്കിൽ ചിഹ്നം ഉപയോഗിച്ച് വെക്ടേഴ്സിനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. P ട്രാൻസ്പോസ് എന്നത് താഴെ പറയാം. P ട്രാൻസ്പോസ് ടൈംസ് Q എന്നത് ഈ രീതി, ഇത് ഇവിടെ ചെയ്യാം. കമാൻഡ് P ടൈംസ് Q ട്രാൻസ്പോസ് സ്കേലാർ എന്ന ഉത്തരം കിട്ടും. ഈ ട്യൂട്ടോറിയൽ നിർത്തിവെച്ചിട്ട് വീഡിയോയിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഇപ്പോൾ മാട്രിക്സ് എന്താണെന്ന് പറയാൻ കഴിയും. മാട്രിക്സിലെ ഒരു റോ കാണിക്കുവാൻ എലിമെന്റ്സ്, സ്പേസ്, കോമ മുതലായ രീതികളും മെത്തോഡുകളും വെക്ടറിലെ പോലെ തന്നെ. ഉദാഹരണത്തിന് 2×3 മാട്രിക്സ് P കിട്ടുവാൻ ടൈപ്പ് ചെയ്യുക ക്യാപിറ്റൽ P ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 1 സ്പേസ് 2 സ്പേസ് 3 സെമിക്കോളൻ. 4 സ്പേസ് 5 സ്പേസ് 6 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്റർ അമർത്തുക. സെമിക്കോളൻ ഇടുന്നതിന് മാട്രിക്സുകളുടെ അടുത്ത റോ ഡിഫൈൻ ചെയ്യുവാനാണ്. Scilab എന്നത് കേസ് സെൻസിറ്റീവ് ആണെന്ന് ഓർക്കുക. വേരിയബിൾ P ഉപയോഗിച്ച് മാട്രിക്സിനെ അപ്പർ കേസിൽ കണ്ടെത്താം. ഒരു വെക്ടറിലുള്ള P യുടെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? സ്മോൾ p എന്നത് എന്താണെന്ന് ചെക്ക് ചെയ്യുവാൻ ഈ പോയിന്റിൽ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഇതിനകം മാട്രിക്സിന്റെ സൈസ് കമാൻഡ് നൽകി കണ്ടുപിടിച്ചുവല്ലോ. ടൈപ്പ് ചെയ്യുക ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് റോ കോമ കോളം ക്ലോസ് ദ സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ക്യാപിറ്റൽ P. അത് മാട്രിക്സ് ആണ്. എന്റർ അമർത്തുക. നിങ്ങൾക്ക് ഇപ്രകാരം ഔട്ട്പുട്ട് ലഭിക്കും. ലെങ്ത് കമാൻഡ് നൽകുന്നതിനു മുൻപ് മാട്രിക്സിലെ എല്ലാ എലിമെന്റ്സും കൂടിയുള്ളതാകണം. ട്രാൻസ്പോസ് കമാൻഡിൽ മാട്രിക്സ് പ്രവർത്തിക്കുകയും താഴെ പറയുന്ന പ്രകാരം ആവുകയും ചെയ്യും. P ട്രാൻസ്പോസ് എന്നത് P മാട്രിക്സിനുള്ള ട്രാൻസ്പോസ് എന്നതാണ്. ഇനി 2×3 മാട്രിക്സിൽ Q എന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ക്യാപിറ്റൽ Q ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് 1 സ്പേസ് 5 സ്പേസ് 3 സെമിക്കോളൻ എന്നിവ നൽകി അടുത്ത റോയിലേക്ക് പോകുക. 2 സ്പേസ് 4 സ്പേസ് 8
ക്ലോസ് ദി സ്ക്വയർ ബ്രാക്കറ്റ്. എന്റർ കീ അമർത്തുക. p എന്നത് ഒരിക്കൽ കൂടെ റീകാൾ ചെയ്യാം. നമുക്ക് ഇത്തരം കാൽക്കുലേഷനുകൾ p, q എന്നിവയെ ഉൾപ്പെടുത്തി സാധാരണ മാത്തമാറ്റിക്സ് എന്നതിൽ കണക്കാക്കാം. ഉദാഹരണത്തിന് നമുക്ക് കണക്കാക്കാം E is equal to 2 times p plus 3 times q. എന്റർ അമർത്തുക. നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കാം. ട്യൂട്ടോറിയൽ താൽക്കാലികമായി നിർത്തി ഈ വീഡിയോയിൽ പറയുന്ന എക്സർസൈസ് ചെയ്യാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് വെക്ടർ ഉപയോഗിച്ച് സ്പേസ്, കോമ എന്നിവയെ എങ്ങനെ നിർവചിക്കാം, ഒരു വെക്ടറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിക്കുക, ഒരു വെക്ടറിന്റെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ മാട്രിക്സ് ഉപയോഗിച്ച് അപ്പോസ്ട്രോഫ്, മാട്രിക്സ് എങ്ങനെ നിർവചിക്കാം, സ്പേസ് അല്ലെങ്കിൽ കോമ തുടങ്ങിയവ നൽകി കോളങ്ങളെ വേർതിരിച്ച് സെമിക്കോളൻ വെച്ച് റോസ് എന്നത് വേർതിരിച്ച് ചെയ്യാൻ സാധിക്കും. മാട്രിക്സ് എന്നതിന്റെ സൈസ് കണ്ടുപിടിക്കുക സൈസ് ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഈ സ്പോക്കൻ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോസി ആണ്. ഫോസി പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ fossee.in അല്ലെങ്കിൽ scilab.in എന്നതിൽ ലഭ്യമാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ സൈറ്റ് സന്ദർശിക്കുക. IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.